ഇഡ്ഡലി, വട, ദോശ, ഉപ്മാവ്, ഭൂരി കിഴങ്ങ് റെഡിയായിക്കൊണ്ടിരിക്കണം. ചായ, കാഫി, ഹോർലിക്സ്, 4 ചായ. ഇവനെ പിടിച്ച് സപ്ലയർ ആക്കിയില്ല, തിരിച്ചു വരാൻ ഉച്ചയാകും. തന്റെ കണ്ണിനെന്താണോ? ക്ഷമിക്കണം സാർ. ഇവനെ എന്റെ കടയിൽ കേറ്റിയപ്പോ പിടിച്ച ശനിയായി എനിക്ക്. എവിടെ നിന്ന് കിട്ടി ഇവനെ? കട വന്നാണെങ്കിലേ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇവനെന്താ ഇങ്ങനെ ആയിപ്പോയത്? കൊച്ചിലെ ഏതോ മദാമയുടെ പ്രേയത്തെ കണ്ട് പേടിച്ചു എന്നാ ഇവൻ പറയുന്നത്. പോ ബാങ്കിൽ ചായ കൊണ്ട് കൊടുത്തിട്ട് വാ. ചാവം അവന്റെ നടത്ത. ആരാണെങ്കിൽ പോരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞിനെ തിരിച്ചിട്ടില്ല. താങ്ക് യു ഡോക്ടർ, താങ്ക് യു.
ആയോ സാർ? എപ്പോഴും സാർ. ഉഷേ പോരും. അതിനിവിടെ വേറൊന്നും നടന്നില്ലല്ലോ. ഒന്നും നടത്തണ്ട, പോകാം സാർ. വരണം. ആന്റി, ഈ ഫ്രോക്ക് ഇട്ട് തരാം. ഇത് പുതിയതാ. വേണ്ട ആന്റി, നല്ല കുഞ്ഞല്ലേ അല്ലേ? എനിക്ക് സാരി മതി. മോള് വലുതാകുമ്പോ സാരി ഉടുക്കാം. ഇനി എന്നാ വലുതാവുന്നേ? ആഹാ, നീ എന്താ ഈ സ്റ്റെതോസ്കോപ്പും തൂക്കിയെടുത്തോണ്ട് നടക്കുന്നത്? ഡാഡി ഇരിക്കൂ. എന്തേ? ഇരിക്കൂ ഡാഡി. പരിശോധനയൊക്കെ കഴിയുമ്പോ സമയം വൈകും. സീരിയസ് ആണോടാ മോനെ? ഡാഡിക്ക് പുളിപ്പല്ല. ഐസ്ക്രീമും ചോക്ലേറ്റും ഒന്നും കഴിക്കരുത്. ഉഷ വരുന്നില്ലേ? ഇല്ല ചേച്ചി, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. ആ, എക്സാമിനേഷൻ അടുത്തല്ലോ. ഇക്കൊല്ലെങ്കിലും ഒന്ന് കരകയറണേ, അല്ലെങ്കിൽ എനിക്കാ നാണക്കേട്. ഫീസ്? ഓ, അത് മറന്നു പോയല്ലോ. ഒരു ചക്കര ഉമ്മയാണ് ഫീസ്. ഇങ്ങോട്ട് അടുത്ത് വാ. ഓ ചുമ്മാതെയാ, എനിക്ക് തരാന്ന് പറഞ്ഞേ കൊടുക്കുന്ന മുഴുവൻ മമ്മിക്കാ. ആ, വാ 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 വാ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടു. നമ്മുടെ സംഘത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിയമപ്രകാരം അയാൾ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ കാരണക്കാരൻ ആരായാലും ശരി, അവനോട് നമ്മൾ പ്രതികാരം ചെയ്യും. ഇവിടെ എല്ലാവരും തുല്യരാണ്. ഉള്ളത് എല്ലാവർക്കും തുല്യം. അതാണ് നമ്മുടെ പോളിസി. ഈ പോളിസി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ കാലുവാരി കളഞ്ഞാൽ ഒരിക്കലുമില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയക്കാരല്ല. ഇനിയൊരു പക്ഷേ നമ്മളെല്ലാരെങ്കിലും പോലീസിന്റെ പിടിയിലായാൽ അപ്പോൾ വിഴുങ്ങിയിരിക്കും വിഷം. അങ്ങനെ നമ്മുടെ രഹസ്യങ്ങളെന്നും രഹസ്യമായി തന്നെ ഇരിക്കും. നമ്മുടെ ബുദ്ധിരാക്ഷസനൊന്നും കൊടുത്തില്ല. താങ്ക് യു ചീഫ്. നമ്മുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് അറിയാവുന്നവൻ രാജപ്പൻ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഏതു അവൻ നിഷ്പ്രയാസം തുറക്കും. ഏതു മന്ത്രിയുടെ ഒപ്പും നിഷ്പ്രയാസം ഇവനിടും. ഏത് മന്ത്രിയുടെ ഒപ്പും ഇടാം. പക്ഷെ ഒപ്പിട്ടാൽ മഷി ഉണങ്ങുന്നതിന് മുമ്പ് മന്ത്രിസഭ താഴെ പോരും. അതേ ഉള്ളൊരു വിഷമം ബോസ്. പക്ഷേ നമ്മുടെ ഈ ഐക്യം എന്ന് നിലനിൽക്കണം.